എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മൾ അൽ ആലിയ വില്ലേജിൽ നിന്നും പിന്നെ നേരെ പോയത് അൽ കഫ ഹോട്ട് സ്പ്രിംഗ് റുസ്താക്കിലേക്കാണ് പോയത് കേട്ടോ. അപ്പോൾ അവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നല്ല ചൂട് വെള്ളം വരുന്ന ഒരു കിണറുമുണ്ട്. അതിനിപ്പുറത്തോട്ട് ഒരു അധികം നോർമലായിട്ടുള്ള വെള്ളം വരുന്ന ഒരു കുളവും ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിതേ അവിടെ എത്തിയിട്ടുണ്ട്. ഇവിടുത്തെ വെള്ളത്തിൻ്റെ ചൂടെന്ന് പറഞ്ഞാൽ 45 ഡിഗ്രി സെൽഷ്യസ് ആണ്. അപ്പോൾ ഒമാനിലെ മറ്റ് ഹോട്ട് സ്പ്രിങ്ങുകൾ ഉണ്ടെങ്കിൽ പോലും ഈ ഐൻ അൽ കഫ ഹോട്ട് സ്പ്രിങ്ങിൽ സൾഫറിൻ്റെ കണ്ടൻറ്റ് കൂടുതലായതിനാൽ ക്ലിനിക്കലി പ്രൂവൺ ആയിട്ടുള്ള ഹീലിംഗ് പ്രോപ്പർട്ടീസ് ഇതിലുണ്ട്. അപ്പോൾ ഈ വെള്ളത്തിൽ കുളിച്ചാൽ ജോയിൻ്റ് ഇഷ്യൂസ് അതേപോലെ തന്നെ ആർട്ടീരിയൽ ഇഷ്യൂസ് എന്നിവയ്ക്ക് ആശ്വാസമേകുന്നതിനൊപ്പം ശരീരത്തിൻ്റെ എൻഡോർഫിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നതിലൂടെ നല്ല റിലാക്സേഷനും നല്ല ഉറക്കവും കിട്ടുന്നതാണ്. അതേപോലെ തന്നെ ഇമ്മ്യൂൺ സിസ്റ്റത്തെ ഉത്തേജിപ്പിക്കുകയും ത്വക്ക് രോഗങ്ങൾക്ക് ശമനം കിട്ടുവാൻ സഹായിക്കുകയും ചെയ്യുന്നു. ഇവിടുത്തെ വെള്ളം ഒരിക്കലും വറ്റില്ല എന്നുള്ളൊരു പ്രത്യേകത കൂടി ഇതിനുണ്ട്. അപ്പം ഒരുപാട് ടൂറിസ്റ്റുകളെ ഇവിടേക്ക് ആകർഷിക്കുന്നുണ്ട്. ഇത് രാത്രി 9 മണി വരെയാണ് ഇവിടെ പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഇതേ നമ്മളെ ഇവിടെ ഇറങ്ങിയിട്ട് കണ്ടോ, അവിടെ ഇങ്ങനെ ഈ വെള്ളം പോകാനായിട്ട് ആ കിണറിൽ നിന്ന് ഒരു വെള്ളം പോകാനായിട്ട് ചാല് പോലെയുള്ള സജ്ജീകരണങ്ങളൊക്കെ അവർ അവിടെ റെഡിയാക്കി ഇട്ടിട്ടുണ്ട്. അപ്പോൾ ദേ ഇതിൻ്റെ സൈഡിൽ ഇരുന്നിട്ട് ഞങ്ങളൊക്കെ ദേ കാല് അതിലേക്ക് മുക്കിയൊക്കെ കേട്ടോ. ആദ്യമേ ഈ 45 ഡിഗ്രി സെൽഷ്യസ് ആയതിനാൽ കാല് അതിലേക്ക് ഇടുമ്പോഴത്തേക്ക് നല്ല ചൂടായിരിക്കും കേട്ടോ. പിന്നെ പെതുക്കെ നമ്മുടെ ബോഡി ആ ചൂടുമായിട്ട് നല്ല ഇതായിട്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് കുറേ നേരം ഇട്ട് വെക്കാനൊക്കെ പറ്റും. അതേപോലെ തന്നെ ഇതിൻ്റെ അകത്തോട്ട് പോയി കഴിഞ്ഞാൽ സ്ത്രീകൾക്ക് പ്രത്യേകമായിട്ട് കുളിക്കാനുള്ള സൗകര്യങ്ങളും എല്ലാം അവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട്. അതേപോലെ അവർക്ക് ആവശ്യമുള്ള ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യാനും എല്ലാത്തിനുമുള്ള സൗകര്യമുണ്ട് കേട്ടോ. ഇവിടെ ധാരാളം ടൂറിസ്റ്റുകൾ വരുന്ന ഈ സ്ഥലത്ത് ഒരു വേസ്റ്റോ ചപ്പ് ചവറുകളോ അങ്ങനെയുള്ള ഒന്നുമില്ല കേട്ടോ. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ് കേട്ടോ. അപ്പം എല്ലാവർക്കും, അതായത് ഈ ഒമാനിലുള്ള പറ്റുന്നവർക്കെല്ലാം അവിടെ പോയിട്ട് നന്നായിട്ട് ഈ ത്വക്ക് രോഗമോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അത് ഒരുവിധം മാറാനായിട്ട് പറ്റിയ ഒരു വെള്ളമാണ് അതിൽ കൂടെ ഇങ്ങനെ വരുന്നത് കേട്ടോ. അപ്പം പോകാൻ പറ്റുന്നവരെല്ലാം അവിടെ പോകണം. ഈ മലകളുടെ അടിഭാഗത്ത് ഇങ്ങനെ ഒരു കിണറും ഒരു കുളവും ഒക്കെ ഉള്ളത് ഒരു അതിശയം തന്നെയാണ് കേട്ടോ. അപ്പം ഞാൻ ദേ ഒരു കിണർ, അതും ഒരു കിണർ തന്നെ, അത് അവിടെ ഞാൻ ജസ്റ്റ് ഒന്ന് ഇറങ്ങി നോക്കി കേട്ടോ. എന്നിട്ട് കാലിട്ട് നോക്കിയപ്പോൾ അത് സാധാരണയുള്ള വെള്ളം തന്നെ, അധികം ചൂടൊന്നുമില്ല. പക്ഷേ അങ്ങോട്ട് ഇറങ്ങിയപ്പോഴത്തേക്ക് ഒരു ചെറിയൊരു വഴുക്കലുണ്ടായിരുന്നു. അത് കാരണം ഞാൻ പിന്നെ അതിലേക്ക് ഇറങ്ങിപ്പോയില്ല. അപ്പോൾ അവിടെ ഇരുന്നിട്ട് കാലൊക്കെ ഒന്ന് ഇട്ട് നോക്കി. അപ്പം അതൊരു കുഴപ്പമില്ലായിരുന്നു കേട്ടോ. ഞങ്ങൾ ഏകദേശം ഒരു 5:30 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് അവിടെ എത്തിയായിരുന്നു. അപ്പോഴത്തേക്ക് ചെന്നപ്പോഴൊന്നും വലിയ തിരക്കില്ലായിരുന്നു. അപ്പോൾ ഞങ്ങൾ അവിടുന്ന് ഇറങ്ങാൻ നേരത്ത് ഒരു ബസ് നിറയെ, ടൂറിസ്റ്റ് ബസ് നിറയെ ആൾക്കാരിങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം വലിയ തിരക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് നേരത്തെ ആ വെള്ളത്തിൽ കാലിടുന്ന സ്ഥലത്ത് അവിടെയൊക്കെ വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു. നമ്മുടെ അതിർക്കുട്ടൻ്റെ ഷൂ എല്ലാം ഊരിയിട്ട് അവൻ്റെ സോക്സ് എല്ലാം ഷൂ എല്ലാം ഇട്ടിട്ട് നമ്മൾ നേരെ അവിടെ അടുത്തുള്ള ഒരു കടയിലേക്ക് കയറി. പിന്നെ വെള്ളമോ ചായയോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ മേടിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അവിടെ കയറിയപ്പോഴത്തേക്ക് ജ്യൂസും കുറച്ച് സ്നാക്സും ഒക്കെ കിട്ടി. അപ്പോൾ നമ്മൾ ആവശ്യത്തിനുള്ള കാര്യങ്ങളെല്ലാം മേടിച്ചു വണ്ടിയിൽ വെച്ചിട്ട്, എന്താ വെച്ചാൽ വണ്ടിയിൽ പോകുമ്പോൾ ഇങ്ങനെ കുറച്ച് പോകുന്നത് നല്ലൊരു രസമല്ലേ. അപ്പം നമ്മൾ ആവശ്യമുള്ള സാധനങ്ങളെല്ലാം ആ കടയിൽ നിന്ന് തന്നെ കിട്ടി. അപ്പം അവിടുന്ന് ഇറങ്ങിയപ്പോഴത്തേക്ക് തന്നെ ഏകദേശം ഒരു 6-6:15 കേട്ടോ. ഇവിടെ 6:30 ആകുമ്പോഴത്തേക്ക് നേരെ ഇരുട്ടി തുടങ്ങും. അപ്പോൾ നമ്മൾ അവിടുന്ന് നേരെ പോകുന്ന വഴി തന്നെയായിരുന്നു നല്ല അതിമനോഹരമായിട്ടുള്ള ഹുജറത്ത് അൽ ഷെയ്ഖ് വാക്വേ എന്ന് പറഞ്ഞ സ്ഥലം. അപ്പം നമ്മൾ വിചാരിച്ചു എന്നാൽ അവിടെയും കൂടെ ഒന്ന് കയറിയിട്ട് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ അങ്ങോട്ട് പോയപ്പോൾ തന്നെ കുറേ ഒരു 1-2 കഴുതപ്പുറത്ത് കുട്ടികൾ ഇങ്ങനെ സഞ്ചരിക്കുന്നുണ്ടായിരുന്നു. നമ്മുടെ അതിരിക്കുട്ടനെ ഒരു ഊഞ്ഞാലിലൊക്കെ വെച്ച് ഇങ്ങനെ ആട്ടും. അങ്ങോട്ട് അത് കയറി പോകുമ്പോൾ തന്നെ ഫസ്റ്റിലെ ഇതാണ് കാണുന്നത് കേട്ടോ. ഈ വാക്വേ 3 ഹെറിറ്റേജ് സൈറ്റുകളെ ബന്ധിപ്പിക്കുന്നു. ഒന്ന് ഹുജറത്ത് അൽ ഷെയ്ഖ് നെയ്ബർഹുഡ്, അൽ സഫല കാസ്റ്റിൽ, പിന്നെ ബെയ്ത്ത് അൽ ഖാഷം മ്യൂസിയം. ഇതിനെ ഇത്രയും കൂടി ബന്ധിപ്പിക്കുന്നതാണ് ഈ നടപ്പ്. ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവിടുത്തെ ലൈറ്റുകളെല്ലാം സോളാർ പവേർഡ് പോളുകളാണ്. ഇവിടെ റെയർ ആയിട്ടുള്ള മരങ്ങൾ കാണാം. പക്ഷെ നമ്മൾ രാത്രി പോയതുകൊണ്ട് അതൊന്നും നന്നായിട്ട് കാണാനായിട്ട് പറ്റിയില്ല കേട്ടോ. അപ്പം നമ്മളിങ്ങനെ നടന്നു പോകുന്ന ഈ നടപ്പാതയുടെ സൈഡിൽ കൂടെ കണ്ടോ, ഒരു സൈഡിൽ ഇങ്ങനെ വെള്ളം, അതായത് നമ്മുടെ ഈ വയലിലൊക്കെ ചാല് പോലെ പോകത്തില്ലേ, അതേപോലെ വെള്ളം ഇങ്ങനെ നന്നായിട്ട് ഒഴുകി പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെയൊക്കെ ഉള്ളവർക്ക് ഈ വെള്ളമൊക്കെ ഇങ്ങനെ കാണുന്നത് ഭയങ്കര സന്തോഷം കേട്ടോ. അപ്പോൾ ഒരു കുടം പോലെ ഒരെണ്ണത്തിൽ നിന്ന് ഇങ്ങനെ വീഴുന്നതുണ്ട്. അവരത് പല രീതിയിൽ കെട്ടി ഇങ്ങനെ വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ നടന്നു പോയപ്പോൾ ഈ ഈന്തപ്പനയുടെ ഇടയിൽ സൺഫ്ലവർ ഇങ്ങനെ പൂത്ത് നിൽക്കുന്നത് കണ്ടോ.
നേരം കുറേ രാത്രി ആയതുകൊണ്ട് പകൽ കാണുന്ന ഒരു ഭംഗിയൊന്നും അന്നേരം നമുക്ക് തോന്നിയില്ല. അതേപോലെ തന്നെ ഒരു വെളുത്ത കളറിലെ പൂക്കൾ ആ ഈന്തപ്പന തോട്ടത്തിൽ ഇങ്ങനെ എന്താ മുത്തു പാവിയേക്കുന്ന കണക്ക് ഇങ്ങനെ വെതറി കിടക്കുന്ന കണക്ക് അതും കാണാൻ നല്ല മനോഹരമായിരുന്നു കേട്ടോ. അപ്പോൾ ദേ ഈ ലൈറ്റുകളൊക്കെ നോക്കിയേ, പണ്ട് നമ്മൾ കാളവണ്ടിയിലൊക്കെ പോകുമ്പോൾ ഇങ്ങനെ ഇതേപോലെയുള്ള ലൈറ്റുകളൊക്കെ കൊണ്ടുപോകുന്നത് കണ്ടിട്ടുണ്ടല്ലേ. അപ്പോൾ അതേപോലെയുള്ള നല്ല ഭംഗിയുള്ള ലൈറ്റുകളൊക്കെ ആയിരുന്നു. അപ്പോൾ ഈ പൂക്കൾ ഒരു പ്രത്യേക ഭംഗിയായിരുന്നു കേട്ടോ. അങ്ങനെ ദേ ഓരോരോ കാഴ്ചകളൊക്കെ കണ്ട് നമ്മളിങ്ങനെ മുന്നോട്ട് പോയി. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക ഇതെന്ന് പറഞ്ഞാൽ അവിടെ വലിയ പുളിമരം ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ആ ചെന്ന് തീരുന്നിടത്ത് പുളിമരം ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ ദേ ഈ സൈഡിലെല്ലാം റെസ്റ്റോറൻറ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ അതെല്ലാം വെള്ളം ഇങ്ങനെ അവിടെ എല്ലാം ചാലുപോലെ വെള്ളമുണ്ട്. ഈ വെള്ളത്തിൻ്റെ മുകളിലാണ് ഇവർ ഇതേപോലെ റെസ്റ്റോറൻറ്റ് ഉണ്ടാക്കിയിട്ട് ഫുഡൊക്കെ കഴിക്കാനായിട്ട് അവിടെ സജ്ജീകരിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സ്ഥലത്തിരുന്ന് ഫുഡൊക്കെ കഴിക്കുമ്പോൾ ഒരു പ്രത്യേക തരം വൈബ് തന്നെയാണ്. ഈ അവധി ദിവസം പോയത് കൊണ്ട് തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ നടന്നു പോകുന്ന ആ പാതയിൽ തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു. അതേപോലെ ഇതിപ്പം ഈ ലെഫ്റ്റ് സൈഡിലല്ലേ ഇതേപോലെയുള്ള റെസ്റ്റോറൻ്റൊക്കെ കാണുന്നത്. അപ്പോൾ റൈറ്റ് സൈഡിൽ ആ നാട്ടിലുള്ള അതായത് നാടൻ ഫുഡ് ഒമാനികളുടേതായിട്ടുള്ള ഫുഡുകളൊക്കെ ഉണ്ടാക്കിയിട്ട് കുറേ അമ്മമാർ അവിടെ സൈഡിലൊക്കെ ഇങ്ങനെ ഫുഡ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതേപോലെ ഈ വെള്ളം ഒഴുകുന്നിടത്ത് ഇച്ചിരി നല്ല ഫോഴ്സിന് പോകുന്ന സ്ഥലം കണ്ടോ. അത് രണ്ട് കൈത്തോടുകൾ ഇങ്ങനെ വന്നിട്ട് ഒരു സ്ഥലത്തേക്ക് ഇങ്ങനെ ഒഴുക്കി വിടുന്നതാണ് ഈ കാണുന്നത്. അപ്പം നമ്മൾ പോകുന്ന വഴിക്ക് നമ്മൾ കണ്ടതെന്ന് പറഞ്ഞാൽ കസ്റ്റാർഡ് ആപ്പിൾ, ഓറഞ്ച് അങ്ങനെയുള്ള കുറേ മരങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം എന്തായാലും നല്ല ഭംഗിയാണ് കേട്ടോ നമ്മളിങ്ങനെ നടന്ന് പോകുമ്പോഴത്തേക്ക് തന്നെ ആ രണ്ട് സൈഡിലുള്ള കാഴ്ചകളൊക്കെ കാണാനായിട്ട്. അങ്ങനെ കൂട്ടുകാരെ ഏകദേശം 1.5 കിലോമീറ്റർ നടന്ന് നമ്മൾ കേട്ടോ. അപ്പം നടന്നെങ്കിലും ഇത്രയും ദൂരം നടന്ന ഒരു ഫീലൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ നമ്മൾ അവിടെ ഫോർട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ ഫോർട്ടിൻ്റെ ഓരോ ഭാഗങ്ങളൊക്കെ പൊളിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ എല്ലാം നല്ല പീരങ്കികളൊക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ പുളിമരമില്ലേ, ഈ കാണുന്നതെല്ലാം പുളിമരമോ, വലിയ പുളിമരമാണ് കേട്ടോ. അപ്പം ഈ പുളിമരത്തിൽ നിറയെ പുളിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ അങ്ങോട്ട് കയറി പോകുമ്പോൾ അതിൻ്റെ ആ ലെഫ്റ്റ് സൈഡിലായിട്ട് ജെൻസിന് വാഷ്റൂം എല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതിന് ഈ ഫോർട്ടിലേക്ക് കയറുന്നതിൻ്റെ തൊട്ട് മുമ്പ് തന്നെ ലേഡീസിനും വാഷ്റൂം എല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. എല്ലാം നല്ല നീറ്റായിട്ടും ക്ലീനായിട്ടുമാണ് അവരവിടെ അറേഞ്ച് ചെയ്തേക്കുന്നത്. നമ്മളവിടെ എത്തിയപ്പോഴത്തേക്കും ഏകദേശം ഒരു 7:30 ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇനി അവിടെ നിന്നും ഏകദേശം നമ്മുടെ വീട്ടിലെത്താനായിട്ട് 1 മണിക്കൂറെങ്കിലും യാത്ര ചെയ്യണം. അപ്പം അവിടേക്ക് ഒന്ന് പെട്ടെന്ന് തന്നെ എല്ലാം ചുറ്റി നടന്ന് കണ്ടിട്ട് വീണ്ടും നമ്മൾ പെട്ടെന്ന് തിരിച്ചു പോകാനായിട്ട് എന്താണെന്ന് വെച്ചാൽ അതിൽക്കുട്ടനൊക്കെ ഉറക്കം വരുന്നുണ്ടായിരുന്നു. അപ്പോൾ കൂടുതൽ സമയമൊന്നും അവിടെ സ്പെൻഡ് ചെയ്തില്ല. പിന്നെ പെട്ടെന്ന് തന്നെ അവിടെ നമ്മൾ തിരിച്ച് നടക്കുകയാണ് ചെയ്തത്. അപ്പോൾ കണ്ടോ നമ്മുടെ ഈന്തപ്പനയെല്ലാം ഇവിടെ പൂക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അതേപോലെ ജൂൺ ജൂലൈ മാസത്തിലാണ് അതിൻ്റെ വിളവെടുപ്പ്. അപ്പം നമ്മൾ പോയടത്തെല്ലാം കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെടുന്ന കൂട്ടുകാർ മറക്കാതെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നത് വരേക്കും ടാറ്റ.